ഹായ്, നമ്മുടെ മത്സര പരീക്ഷകൾക്ക് നമുക്ക് പലപ്പോഴും കാണാവുന്ന ഒരു സംഗതിയാണ് ഓരോ റിപ്പോർട്ടുകളും അതിൽ ഇന്ത്യയുടെ പൊസിഷൻ, അത് പ്രസിദ്ധീകരിക്കുന്ന സംഘടന എന്നൊക്കെ. ഈ റിപ്പോർട്ടുകളും അവ പ്രസിദ്ധീകരിക്കുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും ഓർത്തിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളുടെ റിപ്പോർട്ടുകളാണ്. ആദ്യമായിട്ട് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻ നെറ്റ്വർക്കാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ പൊസിഷൻ ഇതിൽ പലപ്പോഴും താഴെയായിട്ടാണ് വരാറുള്ളത്. സോ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് SDSN. ദെൻ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻസ്. UN-യുടെ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. UN-യുടെ തന്നെ മറ്റ് സംഘടനകളും പ്രസിദ്ധീകരിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അവയെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. യുനെസ്കോ പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് സ്റ്റേറ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഫോർ ഇന്ത്യ. ഇത് ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ടും യുനെസ്കോ പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ യുനെസ്കോക്ക് വേണ്ടി ചെയ്യുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. ഇത് യുനെസ്കോ ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. വർക്കിംഗ് ഓൺ എ വാർമർ പ്ലാനറ്റ് റിപ്പോർട്ട് 2019. ഇത് 2019 വന്ന ഒരു റിപ്പോർട്ടാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO. ദെൻ വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്. ഇത് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നതാണ്. യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് ഓരോ വർഷവും നടക്കുന്ന ഒരു കോൺഫറൻസ് ആണ് UNCTAD എന്ന് പറയുന്നത്. അവരാണ് വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി സ്റ്റാറ്റസ്. ഓരോ വർഷവും പോവർട്ടിയെ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ വ്യത്യസ്ത ഡയമെൻഷനുകളെ കുറിച്ചെല്ലാം പ്രതിപാദിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ദെൻ ILOയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടാണ് വേൾഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് ട്രെൻഡ്സ്. ഇത് നമുക്ക് ഓർത്ത് വെക്കാനുള്ളൊരു വഴിയെന്ന് വെച്ചാൽ ഈ വർക്കിങ്ങുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കുന്നത് ILO തന്നെയായിരിക്കും. സോ വേൾഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് ട്രെൻഡ്സ്. ദെൻ വൈഡനിങ് ഗ്യാപ്സ് ഇന്ത്യ ഇനീക്വാലിറ്റി റിപ്പോർട്ട്. ഇത് പത്രങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. സോ അത് പബ്ലിഷ് ചെയ്തത് ഓക്സ്ഫാം ഇന്ത്യ എന്ന ഒരു അസോസിയേഷനാണ്. ഇന്ത്യ ഇനീക്വാലിറ്റി റിപ്പോർട്ട്. ദെൻ ദ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം. ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇതിന് അവർ പ്രത്യേകം ക്രൈറ്റീരിയകൾ തിരഞ്ഞെടുത്തിട്ട് ആണ് ഈ ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഗ്ലോബൽ എനർജി ആൻഡ് കാർബൺ ഡയോക്സൈഡ് സ്റ്റാറ്റസ് റിപ്പോർട്ട്. ഇങ്ങനത്തെ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക റിപ്പോർട്ടുകളും പബ്ലിഷ് ചെയ്യുന്ന ഏജൻസിയാണ് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി അല്ലെങ്കിൽ IEA. സോ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കറിയില്ലെങ്കിലും കൂടുതൽ സാധ്യതയുള്ളത് ഈ IEAക്കാണ്. ഗ്ലോബൽ എനർജി ആൻഡ് കാർബൺ ഡയോക്സൈഡ് സ്റ്റാറ്റസ് റിപ്പോർട്ട്. ദെൻ കോംപ്രിഹെൻസീവ് എൻവിറോൺമെൻറ്റ് പൊല്യൂഷൻ ഇൻഡെക്സ്. ഇത് ഓരോ വർഷവും പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് CPCB അല്ലെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഈ CPCB എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓർഗനൈസേഷനാണ്. ഈ CPCBയുടെ കീഴിൽ ഓരോ സംസ്ഥാനത്തും ഓരോ SPCB ഉണ്ട്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇവരാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, വാട്ടർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നിങ്ങനെയുള്ള ഓരോ പൊല്യൂഷൻ്റെയും ഇൻഡെക്സുകൾ പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയാണ് കോംപ്രിഹെൻസീവ് എൻവിറോൺമെൻറ്റ് പൊല്യൂഷൻ ഇൻഡെക്സ്. ദെൻ ഡെത്ത് പെനാൽറ്റി റിപ്പോർട്ട്.
ഡെത്ത് പെനാൽറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ്. സോ ഹ്യൂമൻ റൈറ്റ്സിന് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. സോ ഡെത്ത് പെനാൽറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ദെൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യാൻ ഈസ് ഓഫ് ലിവിങ് വേൾഡ് ബാങ്ക് ആയിരുന്നെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേൾഡ് ബാങ്കിൻ്റെ തന്നെ നമുക്കറിയാം 5 ഓർഗനൈസേഷൻസ് ചേർന്നതാണ് വേൾഡ് ബാങ്ക്. അതിലെ പ്രധാനപ്പെട്ട ഒന്നായ IBRD ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ്, ഇത് യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ UNDP ആണ് പബ്ലിഷ് ചെയ്യുന്നത്, ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ്. ദെൻ ഫിസ്ക്കൽ മോണിറ്റർ എന്നത് IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്, എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ദെൻ എക്കണോമിക് സർവേ നമ്മുടെ മത്സരപരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എക്കണോമിക് സർവേ. ഒരു രാജ്യത്തിൻ്റെ ആ വർഷത്തെ സാമ്പത്തിക നയങ്ങൾ ഈ എക്കണോമിക് സർവേയിലൂടെയാണ് പ്രധാനമായും പ്രതിഫലിക്കുന്നത്. സോ എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്ന ഈ എക്കണോമിക് സർവേ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ദെൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ദെൻ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇത് രണ്ടും ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. സോ ഇത് പബ്ലിഷ് ചെയ്യുന്നത് UNO ആണ്, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ. എനർജി പെർഫോമൻസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, എനർജി പെർഫോമൻസ് ഇൻഡെക്സ്. ദെൻ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 3 റിപ്പോർട്ടുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു കണക്ഷൻ വേൾഡ് എന്ന് പറയുന്നത് ഇതിലെല്ലാം ഗ്ലോബൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. സോ ഗ്ലോബൽ എനാബിളിംഗ് ട്രേഡ് റിപ്പോർട്ട്, ദെൻ ഗ്ലോബൽ എനർജി ആർക്കിടെക്ചർ പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട്, ദെൻ ഗ്ലോബൽ എൻവിറോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ്. ഒന്ന് എൻവിറോൺമെൻറ്റുമായിട്ടും ഒന്ന് ട്രേഡുമായിട്ടും ഒന്ന് എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ബട്ട് ഗ്ലോബലി ഉള്ള റിപ്പോർട്ടുകളായതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം. ദെൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട്, എഡ്യൂക്കേഷനുമായിട്ട് ഗ്ലോബൽ ലെവലിൽ എന്ത് വരികയാണെങ്കിലും അത് യുനെസ്കോ ആയിരിക്കും. UN-ൻ്റെ ഒരു കീഴിലുള്ളൊരു സംഘടനയാണ് യുനെസ്കോ, യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻസ്. ദെൻ ഗ്ലോബൽ എക്കണോമിക് ഔട്ട്ലുക്ക്, ഇത് UNO പ്രസിദ്ധമായ ഒരു റിപ്പോർട്ടാണ്. ഗ്ലോബൽ എക്കണോമിക് ഔട്ട്ലുക്ക് ഐക്യരാഷ്ട്ര സംഘടനയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ മറ്റൊരു റിപ്പോർട്ടാണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ്. ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ അധിക റിപ്പോർട്ടിൻ്റെയും തുടക്കത്തിൽ ഗ്ലോബൽ എന്നുണ്ടാവും. സോ അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് റിപ്പോർട്ട്. ദെൻ ഗ്ലോബൽ ഡെമോക്രസി ഇൻഡെക്സ്, ഓരോ വർഷവും ഓരോ രാജ്യത്തിലെയും ഡെമോക്രസിയെ മെഷർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന പ്രത്യേക പാരാമീറ്ററുകൾ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഗ്ലോബൽ ഡെമോക്രസി ഇൻഡെക്സ്. ഇത് എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ്, ലണ്ടനിലുള്ള ഒരു സംഘടനയാണ് എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ്, അവരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ, ഓരോ വർഷവും ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ കുറിച്ചും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എത്രമാത്രം ടാർഗറ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ. അത് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. ദെൻ ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്, ഇത് പബ്ലിഷ് ചെയ്യുന്നത് യുനെസ്കോ, ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്. ദെൻ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ തന്നെ പിന്നെയും റിപ്പോർട്ടുകളുണ്ട്, ഇതും ഗ്ലോബൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സോ ഗ്ലോബൽ ഇൻഫർമേഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡെക്സ്, രണ്ടും പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. ഗ്ലോബൽ ഫുഡ് പ്രൈസ് ഇൻഡെക്സും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതാണ്. സോ ഗ്ലോബൽ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് FAO ആണ്, ഫുഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ദെൻ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് IFPR, ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി
റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹങ്കർ ഇൻഡെക്സ് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് FAO ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നു. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് IMF പബ്ലിഷ് ചെയ്യുന്നു. ദെൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം റിപ്പോർട്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ BIS. സോ ഇത് മൂന്നും കൺഫ്യൂഷൻ വരാവുന്ന ഒന്നാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വേൾഡ് ബാങ്കിനെ ഓർക്കുക. ദെൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മോണിറ്ററി ഫണ്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ദെൻ ഫിനാൻഷ്യൽ സിസ്റ്റം റിപ്പോർട്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഗ്ലോബൽ ട്രെൻഡ് ഇൻ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് UNEP യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം എനർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് UNEP. ദെൻ ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ എക്കോണമി, ഇത് പബ്ലിഷ് ചെയ്യുന്നത് RBI ആണ്, എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് നിലവിൽ വന്ന നീതി ആയോഗ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഹെൽത്തി സ്റ്റേറ്റ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ട്. ഈ പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് നീതി ആയോഗാണ്. ദെൻ ഗ്ലോബലൈസേഷൻ ബാക്ക്ലാഷ്, ഇത് ഗ്ലോബലൈസേഷനെ കുറിച്ചുള്ള ഒരു ഇൻഡെക്സുകളാണ്, അത് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്. ദെൻ ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് വേറെയുണ്ട്. സോ ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് INSEAD എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ദെൻ ഗ്ലോബൽ വേജ് റിപ്പോർട്ട്, വേജ് എന്ന് പറയുന്നത് വർക്കിംഗ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സോ അത് പ്രസിദ്ധീകരിക്കുന്ന സംഘടന എന്ന് പറയുന്നത് IEP അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഗ്ലോബൽ സ്ലേവറി ഇൻഡെക്സ്, ഇത് ആസ്ട്രേലിയയിലെ ഒരു മനുഷ്യാവകാശ സംഘടനയായ വാക്ക് ഫ്രീ ഫൗണ്ടേഷനാണ് ഗ്ലോബൽ സ്ലേവറി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ സ്ലേവറി ഉള്ള രാജ്യങ്ങൾ കുറവാണ്, പക്ഷേ എന്നാലും അതിൻ്റെ എല്ലാ വർഷവും ഈ സ്ലേവറി ഇൻഡെക്സ് ഓസ്ട്രേലിയയിൽ ഈ വാക്ക് ഫ്രീ ഫൗണ്ടേഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. ദെൻ ഗ്ലോബൽ മണി ലോണ്ടറിങ് റിപ്പോർട്ട്, ദിസ് ഈസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന FATF ആണ് ഗ്ലോബൽ മണി ലോണ്ടറിങ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഇൻ്റർനെറ്റ് റെഡിനെസ് ഇൻഡെക്സ്, IAMAI എന്നറിയപ്പെടുന്ന ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതാണ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ഉണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. സോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് US ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. അതേസമയം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. സോ ഇത് മാറിപ്പോവരുത്. പ്രോപ്പർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് US ചേംബർ ഓഫ് കൊമേഴ്സ്, പ്രോപ്പർട്ടി റൈറ്റ്സ് WTO. ദെൻ ഇന്ത്യ യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആൻഡ് റിപ്പോർട്ട്, ഇത് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻ്റ് ആണ് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്, ഇത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ്, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്ന അസോസിയേഷനാണ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഇന്ത്യ സോഷ്യൽ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ഇന്ത്യയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ദ കൗൺസിൽ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ദെൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ഇതും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഗതിയാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, അതിലും ഡെവലപ്മെൻറ്റും ഉണ്ട്. സോ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതേസമയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം. ഹ്യൂമൻ ക്യാപിറ്റൽ റിപ്പോർട്ട്, ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഹ്യൂമൻ ക്യാപിറ്റൽ റിപ്പോർട്ട്. ദെൻ റിപ്പോർട്ട് കാർഡ് ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻ,
ഓരോ വർഷവും സ്വച്ഛ് ഭാരതിൻ്റെ റിപ്പോർട്ട് കാർഡ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് പബ്ലിഷ് ചെയ്യുന്ന അതോറിറ്റിയാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ദെൻ റെഡ് ബുക്ക്, റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് IAEA ആണ്. അതേസമയം റെഡ് ഡാറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. സോ റെഡ് ബുക്കും റെഡ് ഡാറ്റ ബുക്കും തമ്മിൽ മാറിപ്പോവരുത്. ദെൻ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്, മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബ്രീഫ്. ഇത് രണ്ടും പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്. റെസിഡെക്സ് നമ്മുടെ റെസിഡൻസ് ഹൗസുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. സോ അത് പബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ദ എനർജി റിപ്പോർട്ട് ആൻഡ് ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് WWF ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ അർബൻ ട്രാൻസ്ഫോർമേഷൻ ഇൻഡെക്സ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് നീതി ആയോഗാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഇൻഡെക്സ്, ഇത് വേൾഡ് ബാങ്ക് ആണ്. UN ഹാബിറ്റാറ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് വേൾഡ് സിറ്റീസ് റിപ്പോർട്ട് UN ഹാബിറ്റാറ്റ്. ദെൻ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റിപ്പോർട്ട് WIPO എന്നറിയപ്പെടുന്ന വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് ഇനീക്വാലിറ്റി റിപ്പോർട്ട് വേൾഡ് ഇനീക്വാലിറ്റി ലാബ് എന്ന് പറയുന്നിട്ട് പാരീസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിലുണ്ട്. അവരാണ് ഈ വേൾഡ് ഇനീക്വാലിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ വേൾഡ് എനർജി ഔട്ട്ലുക്ക് IEA ഇൻ്റർനാഷണൽ എനർജി ഏജൻസി. വേൾഡ് ഹെൽത്ത് റിപ്പോർട്ട് വേൾഡ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സും രണ്ടും പബ്ലിഷ് ചെയ്യുന്നത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ചില ഓർഗനൈസേഷനും അവയുടെ റിപ്പോർട്ടുകളും. ഇതിൽ ഓരോന്നിലും ഇന്ത്യയുടെ പൊസിഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് വരും വീഡിയോകളിൽ നോക്കാം. സോ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.